വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് 2019 സ്കീം മൊഡ്യൂൾ 1-ലെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കുക. അതായത് ബേസിക്കലി എന്താണ് മൊഡ്യൂൾ 1-ൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഗ്രാഫിക്സിൽ എന്താണ് പഠിക്കാനുള്ളത്, എന്താണ് പ്രൊജക്ഷൻസ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഡയമെൻഷനിങ് എങ്ങനെ ചെയ്യും, ആരോ ഹെഡ് എങ്ങനെ മാർക്ക് ചെയ്യണം, പല ടൈപ്പ് ഓഫ് ലൈൻസ്, ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് പ്രൊജക്ഷൻ? പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഒരു ഒബ്ജക്റ്റിനെ ഒരു പ്ലെയിനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുക. നമ്മൾ നോർമലി പ്രൊജക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇമേജ് കാണും, ആ ഇമേജ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അതിനെ നേരെ എന്ത് ചെയ്യും, ഒരു പ്ലെയിനിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് പ്രൊജക്ഷൻസ് എന്ന് പറയും. അപ്പൊ ഈ കേസിൽ നമ്മൾ നോർമലി കാണാറുള്ള പ്രൊജക്ഷൻസ് ആണ്. ഒരു വീട് പണിയുന്ന സമയത്ത് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് പ്ലാൻ വരയ്ക്കും. പ്ലാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, ഒരു പ്രൊജക്ഷൻ ആണ്. വീടിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. ഒരു വീടെന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. അതിന് ഒരു 2D പ്ലെയിൻ, ഒരു പേപ്പറിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. അതായത് ഇതെന്ന് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടോപ്പിയാണ്. ടോപ്പിയാണ് ഈ പ്ലാൻ എന്ന് പറയുക. ഓക്കെ, അതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എലവേഷൻ. എലവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. അതായത് ആ ഒബ്ജക്റ്റ്, ആ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പ്രൊജക്ട് ചെയ്തൊരു പ്ലെയിനിലേക്ക് ഡ്രോ ചെയ്യുന്നതാണ് എലവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുക. ഇതാണ് പ്ലാൻ എന്ന് പറയുക. ഓക്കെ, അതാണ് പ്രൊജക്ഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഇമേജ് ഒരു പ്ലെയിനിലേക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഇമേജ് എടുക്കുന്നതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് പാരലൽ പ്രൊജക്ഷൻ, നെക്സ്റ്റ് വൺ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കൺവേർജന്റ് പ്രൊജക്ഷൻ. അപ്പൊ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ തോന്നുന്നു. അതായത് പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുന്ന ലൈറ്റ് റേസ്, ഈ യെല്ലോ കളർ കാണിച്ചിരുന്ന റേസ് ആണ് ലൈറ്റ് റേസ്. ഇതാണ് ലൈറ്റ് റേസ് അല്ലെങ്കിൽ വിഷ്വൽ റേസ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, എല്ലാം ഒന്നാണ്. ലൈറ്റ് റേസ്, വിഷ്വൽ റേസ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്നും പറയാം. ഓക്കെ, ഈ ലൈറ്റ് റേസ് എന്ന് പറഞ്ഞാൽ പാരലാണ്. ഇതാണ് നമ്മുടെ ഒരു പ്ലെയിൻ. ഈ പ്ലെയിനിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ലെങ്കിൽ മെയിനായിട്ട് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻസ് എന്ന് പറയും. ഓക്കെ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആണ്. ഈ ഒരു പ്ലെയിനിലാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ പ്രൊജക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കുന്നു, ഫ്രണ്ട് ആണ് ഇതിലെല്ലാം കാണിച്ചിരിക്കുന്നത്. ലൈറ്റ് റേസ് തമ്മിൽ പാരലൽ ആയിട്ടാണ് വരിക. ഈ 4 ലൈറ്റ് റേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 4 ലൈറ്റ് റേസ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ്, ഈ പ്രൊജക്ടേഴ്സ് 4 പാരലാണ്. ആ കിട്ടുന്ന ഇമേജ് ആണ് പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒബ്സർവർ ഇൻഫിനിറ്റിയിലാണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. നമുക്കറിയാം ഇൻഫിനിറ്റിയിലുള്ള ലൈറ്റ് റേസ് ആണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലൈറ്റ് റേസ് ആണ് നമ്മൾ പാരലൽ റേസ് ആയിട്ട് എടുക്കാം. അതുകൊണ്ട് ഇവിടെ ഒബ്സർവർ ഇൻഫിനിറ്റിയിലാണ്. ഇപ്പൊ ഈ ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അതായത് ഒബ്ജക്റ്റ് ഇപ്പൊ പ്ലെയിനോട് അടുത്ത് കൊണ്ടുവന്നാലും ദൂരോട്ട് കൊണ്ടുവന്നാലും മുകളിലേക്കോ താഴേക്കോ എടുത്താലും ഈ ഇമേജിന്റെ സൈസോ ഷേപ്പോ മാറില്ല. അതായത് ഈ സെയിം സൈസ് ആൻഡ് ഷേപ്പിലായിരിക്കും ഇവിടെ ഇമേജ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ നോക്കാം. ഇവിടെ നമ്മളൊരു ഐ കൊടുത്തിട്ടുണ്ട്. അതായത് ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, ഈ പ്ലെയിനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസിലായിരിക്കും ഒബ്സർവർ നിൽക്കുക. ഇവിടെ ലൈറ്റ് റേസ് പാരലല്ല, ഈ പ്രൊജക്ടേഴ്സ് എല്ലാം കൺവെർജ് ചെയ്യാണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു പോയിന്റിലേക്ക് പ്രൊജക്ടേഴ്സ് കൺവെർജ് ചെയ്യും. കാരണം ഇതാണല്ലോ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഒബ്സർവറിന്റെ ഐ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സ്റ്റേഷൻ പോയിന്റ് എന്നൊക്കെ പറയും. 5th മൊഡ്യൂൾ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷൻ പോയിന്റ് 5th മൊഡ്യൂൾ നമുക്ക് വരയ്ക്കാനുള്ള ഈ ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതിനെ സ്റ്റേഷൻ പോയിന്റ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം ഈ കേസിൽ ഒബ്സർവർ ഇൻഫിനിറ്റിയിലല്ല, ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഒബ്സർവർ ഉള്ളത്. അപ്പൊ ഈ ഒബ്സർവർ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇമേജ് വലുതാവും, ദൂരെ പോകുമ്പോൾ ഇമേജ് ചെറുതാവും. അതുപോലെ ഈ ഒബ്ജക്റ്റ് ഒബ്സർവറിന് അടുത്തോട്ട് വന്നാലും ഇമേജ് വലുതാവും. ഓക്കെ, അതായത് ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷനും ഒബ്സർവറിന്റെ പൊസിഷനും മാറുന്നതനുസരിച്ച് ഇവിടെ ഇമേജിന്റെ സൈസും ഷേപ്പും മാറും. ഷേപ്പും മാറും. ഇത് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു ഷേപ്പിൽ കിട്ടും. ഈ ഡയറക്ഷനിൽ നിന്നാണ് ലൈറ്റ് റേസ് ഒക്കെ പോവുക, അപ്പോൾ വേറൊരു ഷേപ്പിൽ കിട്ടും. ഓക്കെ, അതാണ് പാരലലും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ദെൻ പാരലലാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിലാണ് പെർസ്പെക്റ്റീവിലേക്ക് വരിക. ഓക്കെ, പാരലൽ പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓർത്തോഗ്രാഫിക് ഉണ്ട്, ഒബ്ലിക് ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. നോർമലി പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്ന ഓർത്തോഗ്രാഫിക് ആണ്. കാരണം ഒബ്ലിക് അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ടൈം ആയതുകൊണ്ട് പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിഗർ തന്നെ പ്രീവിയസ് സ്ലൈഡിൽ ഇട്ടത്. ഓക്കെ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റേസ് എല്ലാം ഒബ്ജക്റ്റിന് പാരലൽ തന്നെയാണ്, തമ്മിൽ പാരലൽ, അതാണ് മെയിൻ കണ്ടീഷൻ. ഈ ലൈറ്റ് റേസ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് പാരലൽ ടു ഈച്ച് അതർ ആണ്. ബട്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ലൈറ്റ് റേസ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആണ്. അതായത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈറ്റ് റേസ് എല്ലാം വന്ന് പതിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ നേരെ പെർപെൻഡിക്കുലർ ആണ്, പാരലാണ്. അതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 90 ഡിഗ്രി റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഓർത്തോ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക.
ഓക്കെ, ദെൻ ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 90 ഡിഗ്രി അല്ലാത്ത വേറെ ഏതൊരു ആംഗിളിൽ വന്ന് പ്രൊജക്ടേഴ്സ് ഹിറ്റ് ചെയ്താലും അതിന് പറയുന്നത് ഒബ്ലിക് പ്രൊജക്ഷൻസ് എന്നാണ്. ഇവിടെ ഈ ലൈറ്റ് റേസ് എല്ലാം പാരലാണ്. ലൈറ്റ് റേസ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് എല്ലാം പാരലാണ്. പക്ഷെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് ഇൻക്ലൈൻഡ് ആണ് ഈ ലൈറ്റ് റേസ് എല്ലാം. 90 ഡിഗ്രിയിലല്ല, ഒരു ഇൻക്ലിനേഷനിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പാരലൽ പ്രൊജക്ഷന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ. ദെൻ നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ്, ആക്സോണോമെട്രിക് പ്രൊജക്ഷൻസ്. നമ്മൾ മെയിൻ ആയിട്ട് വരയ്ക്കാനുള്ളത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 ക്വാർട്ടേൺസ് പറഞ്ഞിട്ട് 4 ക്വാർട്ടേൺസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ക്വാർട്ടറിൽ ഒബ്ജക്റ്റ് വെക്കുന്ന പ്രൊജക്ഷൻ ആണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ദെൻ തേർഡ് ക്വാർട്ടറിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ അതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻസും ഐസോമെട്രിക് ഡ്രോയിങ്സും ഒക്കെ ആയിരിക്കും വരയ്ക്കുക. ദെൻ ഉള്ള ഡയമെട്രിക്, ട്രൈമെട്രിക്. ദെൻ ഒബ്ലിക് പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കാവലിയർ, ക്യാബിനറ്റ്, ജനറൽ. ഈ കാവലിയർ, ക്യാബിനറ്റ്, ജനറൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. ദെൻ ബാക്കി പ്ലെയിൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ആംഗിൾ ഒക്കെ ഉണ്ട്, ആ റേഷ്യോ ഉണ്ട്. ഓക്കെ, ആ ഒരു ലെവലിലേക്കൊന്നും പോകണ്ട, നമുക്ക് ആവശ്യമില്ല ഒരു സംഭവം. ഒബ്ലിക് പ്രൊജക്ഷൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ. ഫിഫ്ത്ത് മൊഡ്യൂളിലാണ് നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസ് പഠിക്കുക. അതിന്റെ ക്ലാസിഫിക്കേഷൻ പാരലൽ ഓർ സിംഗിൾ പോയിന്റ് പെർസ്പെക്റ്റീവ്, ആംഗുലർ ഓർ 2 പോയിന്റ് പെർസ്പെക്റ്റീവ്, ലാസ്റ്റ് വൺ ഒബ്ലിക് ഓർ 3 പോയിന്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇവിടെ എല്ലാം ഡിഫറൻസ് വരുന്നത് സ്റ്റേഷൻ പോയിന്റിന്റെ നമ്പറാണ്. സ്റ്റേഷൻ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ, സോറി, സ്റ്റേഷൻ പോയിന്റ് അല്ല, വാനിഷിംഗ് പോയിന്റ്. സ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒബ്സർവറിന്റെ ഐ വരുന്ന പോയിന്റ് ആണ് സ്റ്റേഷൻ പോയിന്റ്. അതല്ല, വാനിഷിംഗ് പോയിന്റ് ആണ്. വാനിഷിംഗ് പോയിന്റ് എന്താണെന്നൊക്കെ നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, ഈ ഒരു വാനിഷിംഗ് പോയിന്റുള്ള പ്രൊജക്ഷൻ, ദെൻ ഇവിടെയാണ് 2 വാനിഷിംഗ് പോയിന്റ്, ഇവിടെയാണ് 3 വാനിഷിംഗ് പോയിന്റ്സ്. അങ്ങനെയാണ് ഈ ഡിഫറൻസ് വരിക. ഓക്കെ, ഇതാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പം പ്രൊജക്ഷൻസ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കി. ദെൻ നമ്മൾ ഗ്രാഫിക്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ലൈൻസ് ആണ്. ലൈൻസിന് A to K വരെയുള്ള ഡിഫറെന്റ് ലൈൻസ് ആണ് ഗ്രാഫിക്സിലുള്ളത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ് നോക്കാം. ഫസ്റ്റ് വൺ ടൈപ്പ് എ ലൈൻസ്. ഇത് കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആണ്. നമ്മൾ തിക്കായിട്ട് എച്ച് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന ലൈൻസ് ആണ് ടൈപ്പ് എ ലൈൻസ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്ലൈൻസിനും എഡ്ജസിനും, വിസിബിൾ ഔട്ട്ലൈൻസ് അല്ലെങ്കിൽ ഔട്ട്ലൈൻസിനും വിസിബിൾ എഡ്ജസിനും ആണ് നമ്മൾ കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് യൂസ് ചെയ്യുക. ദെൻ കണ്ടിന്യൂസ് തിൻ ലൈൻ യൂസ് ചെയ്യുന്നത് ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ, ഹാച്ചിങ് ലൈൻസ്. നമ്മൾ ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ എന്താന്ന് പറയും. ഹാച്ചിങ് ലൈൻസ് നമ്മൾ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ലൈൻസ് ആണ് ഹാച്ചിങ് ലൈൻസ്. പിന്നെ ലീഡർ ലൈൻസ്. ഓക്കെ, ഇത്ര ലൈൻസാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻ, പ്രൊജക്ഷൻ, ലീഡർ, ഹാച്ചിങ് ലൈൻസ്. ഇത്ര ലൈൻസ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻ യൂസ് ചെയ്യും. പിന്നെ ഈ ലൈൻസ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഡാഷ് ടു തിക്ക് അല്ലെങ്കിൽ ഡാഷ് ടു തിൻ, രണ്ടും ഒരുപോലെയാണ് യൂസ് ചെയ്യുക. അതായത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഹിഡൻ ഔട്ട്ലൈൻസ് അല്ലെങ്കിൽ ഹിഡൻ എഡ്ജസ്, ഇവിടെ എല്ലാം വിസിബിൾ ആണ് പറഞ്ഞ് ഹിഡൻ ഔട്ട്ലൈൻസ് അല്ലെങ്കിൽ ഹിഡൻ എഡ്ജസ് വരുമ്പോഴാണ് ഡാഷ് ടു തിക്കോ തിന്നോ യൂസ് ചെയ്യുക. ദെൻ ചെയിൻ തിൻ യൂസ് ചെയ്യുന്നത് സെന്റർ ലൈൻസിനും പിന്നെ സെക്ഷൻ പ്ലെയിനിൽ ലൈൻസ് കാണിക്കാനൊക്കെയാണ് ചെയിൻ തിൻ യൂസ് ചെയ്യുക. നമ്മൾ സെന്റർ ലൈൻസ് വരയ്ക്കുമ്പോൾ പക്ഷെ ഇതുപോലെ ഒരു ലോങ് ലൈൻ, ഒരു ഷോർട്ട് ലൈൻ, ലോങ് ലൈൻ, ഷോർട്ട് ലൈൻ അങ്ങനെ ആയിരിക്കില്ല വരയ്ക്കുക. അങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ലോങ് ലൈൻ, ദെൻ ഒരു ഡോട്ട് ആയിരിക്കും ഇടുക. പിന്നെ ഒരു ലോങ് ലൈൻ, ദെൻ ഒരു ഡോട്ട്. അങ്ങനെ ആയിരിക്കും ഈ ചെയിൻ തിൻ ലൈൻസ് വരയ്ക്കുക. പിന്നെ നമ്മുടെ സെക്ഷൻ ലൈൻസ് വരയ്ക്കാൻ നേരത്ത് നമ്മൾ ഇതുപോലെ ഒരു ലോങ് ലൈൻ, ഷോർട്ട് ലൈൻ, ലോങ് ലൈൻ, ഷോർട്ട് ലൈൻ വരയ്ക്കും. എന്നിട്ട് ഈ എൻഡും ഇപ്പുറത്തെ എൻഡും ഡാർക്ക് ആക്കും അല്ലെങ്കിൽ തിക്ക് ആക്കും. അങ്ങനെയാണ് സെക്ഷൻ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇത്ര ലൈൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ബാക്കി ലൈൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. കട്ടിംഗ് പ്ലെയിൻ ലൈൻസ് നമ്മൾ എപ്പോഴും ഒറ്റ സിംഗിൾ സ്ട്രെച്ചിലായിരിക്കും വരയ്ക്കുക. നമുക്ക് ഇങ്ങനത്തെ കട്ടിംഗ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈനിൽ കട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ടെൻഡും തിക്കാക്കുകയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഡയമെൻഷനിങ് എങ്ങനെ ചെയ്യാം? 2 ടൈപ്പ് ഓഫ് ഡയമെൻഷനിങ് ആണുള്ളത്. അലൈൻഡ് സിസ്റ്റവും യൂണി ഡയറക്ഷണൽ സിസ്റ്റവും. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആവും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഫസ്റ്റ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഓരോ ഡയമെൻഷൻ എടുത്തിട്ട് നേരെ ഡയമെൻഷൻ വാല്യൂസ് എഴുതുന്നത്. അതിന് മുമ്പ് നമുക്ക് ലൈൻസ് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പ്രീവിയസ് സ്ലൈഡിൽ കുറച്ച് ലൈൻസിന്റെ കാര്യം പറഞ്ഞു. ഡയമെൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ഹാച്ചിങ് ലൈൻ പോട്ടെ, ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ, ലീഡർ ലൈൻസ് ഒക്കെ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കത് നോക്കാം. നമ്മൾ ഈ ഫസ്റ്റ് ഈ 2H അല്ലെങ്കിൽ കണ്ടിന്യൂസ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത് ഡയമെൻഷൻ ലൈൻ, എക്സ്റ്റൻഷൻ ലൈൻ, ലീഡർ ലൈൻസ്, പ്രൊജക്ഷൻ ലൈൻസ് ഇതിനൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഈ ആദ്യം നമുക്ക് എക്സ്റ്റൻഷൻ ലൈൻ എന്താ നോക്കാം. ഇപ്പൊ ഈ ഒരു ഭാഗം 60 mm, ഇവിടെ എല്ലാം ആണ്, ഗ്രാഫിക്സിൽ നമ്മൾ ആണ് യൂസ് ചെയ്യുക.
നമ്മൾ ഓരോ എടുത്ത് എഴുതുന്നതിന് പകരം ഒരു ക്വസ്റ്റ്യന് താഴെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ എന്ന് റെപ്രസെന്റ് ചെയ്യാറാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 60 ആണ് ഈ ഒരു ലെങ്ത് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഒബ്ജക്റ്റിന് ആദ്യം ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഈ ലൈനെയാണ് എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുക. അതായത് ഒബ്ജക്റ്റിന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു ലൈനാണ് എക്സ്റ്റൻഷൻ ലൈൻ. ഓക്കെ, ആദ്യം നമ്മൾ എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. ദെൻ എക്സ്റ്റൻഷൻ ലൈനിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു. ഈ ഒരു ലൈനിനെയാണ് ഡയമെൻഷൻ ലൈൻ എന്ന് പറയുക. ഓക്കെ, ഇത് എക്സ്റ്റൻഷൻ ലൈൻ, ദെൻ ഇതാണ് ഡയമെൻഷൻ ലൈൻ. എക്സ്റ്റൻഷൻ ലൈനും ഡയമെൻഷൻ ലൈനും തിൻ ആയിരിക്കും. ഓക്കെ, തിൻ ലൈൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എക്സ്റ്റൻഷൻ ലൈൻ നോക്കി, ഡയമെൻഷൻ ലൈൻ നോക്കി, ദെൻ ആരോ ഹെഡ് മാർക്ക് ചെയ്യുന്നതിന് 3:1 റേഷ്യോ ഒക്കെ ഉണ്ട്, നമുക്കിപ്പോ പറയാം. ഓക്കെ, ദെൻ അപ്പൊ ഇതൊക്കെയാണ് എക്സ്റ്റൻഷൻ ലൈനും ഡയമെൻഷൻ ലൈൻ. ഇപ്പൊ ലീഡർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ. ഇപ്പം പൈ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു സർക്കിളിലെ ഡയമീറ്റർ 16 എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പൈ 16 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ ഒരു ഡയമീറ്റർ വരയ്ക്കും, അതിന്റെ രണ്ട് എൻഡിലും ആരോ ഹെഡ് മാർക്ക് ചെയ്യും. ദെൻ ഈ പുറത്തോട്ട് വരയ്ക്കുന്ന ഈ ലൈൻസ് ആണ് ലീഡർ ലൈൻസ് എന്ന് പറയുക. ഇവിടെ തൊട്ട് ഈ വരയ്ക്കുന്ന ലൈൻസ് ആണ് ലീഡർ ലൈൻസ്. ഇതെല്ലാം കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആയിരിക്കും. നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നോക്കിയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അലൈൻഡ് സിസ്റ്റം, യൂണിഡയറക്ഷണൽ സിസ്റ്റം നോക്കാം. അലൈൻഡ് സിസ്റ്റത്തിൽ വരുന്നത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ന്യൂമറിക്കൽ വാല്യൂസ് എഴുതുന്നു. എപ്പോഴും ഡയമെൻഷൻ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ബോട്ടം താഴെ നോക്കുമ്പോഴോ ഡയമെൻഷൻ ലൈന് മുകളിലായിരിക്കണം. അതായത് ഏത് റൈറ്റ് സൈഡിൽ നോക്കാം അല്ലെങ്കിൽ താഴെ നോക്കാം. അപ്പൊ ഡയമെൻഷൻ ലൈന് മുകളിൽ വേണം ന്യൂമറിക്കൽ വാല്യൂസ് വരാൻ. അതാണ് അലൈൻഡ് സിസ്റ്റത്തിൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിഡയറക്ഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം നമ്മൾ ചെയ്തിരിക്കുന്ന ഡയമെൻഷൻ ലൈനെ സെന്റർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ വാല്യൂസ് എല്ലാ കേസിലും വാല്യൂസ് അപ്രൈറ്റ് ആയിട്ടാണ് എഴുതുക. ഇവിടെ ചരിച്ചെഴുതുന്ന വാല്യൂസ് ഒന്നുമില്ല, എല്ലാം ബോട്ടത്തിൽ നോക്കുമ്പോൾ അപ്രൈറ്റ് എന്നുള്ള രീതിയിലാണ് വാല്യൂസ് എഴുതുക. ഡയമെൻഷൻ ലൈനെ സെന്ററിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു, അവിടെ വാല്യൂസ് എഴുതുന്നു. ഇതാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യുന്ന അലൈൻഡ് സിസ്റ്റം ആണ്. നമ്മൾ ഈ രീതിയിലാണ് ഡയമെൻഷൻ ചെയ്യുക. ഒന്നുകിൽ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ബോട്ടം നോക്കുമ്പോൾ ഡയമെൻഷൻ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം, ഡയമെൻഷൻ ലൈനിന്റെ മുകളിലായിട്ട് വേണം ന്യൂമറിക്കൽ വാല്യൂസ് എഴുതാൻ. ഡയമെൻഷൻ ലൈൻ എപ്പോഴും പെർപെൻഡിക്കുലർ തന്നെയാണ് ന്യൂമറിക്കൽ വാല്യൂസ്, അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഈ കേസിൽ അപ്രൈറ്റ് ആണ്. എല്ലാത്തിലും ഡയമെൻഷൻ ലൈൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് മിഡിൽ വെച്ച് അപ്രൈറ്റ് ആയിട്ട് എഴുതും. ഓക്കെ, നമ്മൾ അലൈൻഡ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കുറച്ച് ഡയമെൻഷനിങ്ങിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിലിണ്ടറിന്റെ ഡയമെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും അതായത് ഡയമീറ്റർ 20 സിലിണ്ടർ ഷാഫ്റ്റ് എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഡയമീറ്റർ 20 എന്ന് കാണിക്കാൻ വേണ്ടി എക്സ്റ്റൻഷൻ ലൈൻ കൊടുത്തു, ഡയമെൻഷൻ ലൈൻ കൊടുത്തു, ആരോ ഹെഡ് മാർക്ക് ചെയ്തു, ദെൻ 20. അതായത് റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴാണ് മുകളിൽ കാണുന്നത്. അപ്പൊ ഈ സൈഡിൽ നോക്കുമ്പോൾ ഡയമെൻഷൻ ലൈനിന്റെ മുകളിലായിരിക്കും. അതായത് ഇവിടെ ബാക്കിൽ 520 എന്ന് എഴുതാൻ പാടില്ല. അതുപോലെ ഇവിടെ 520 എന്ന് എഴുതുന്നതിന് പകരം താഴെ 520 എന്ന് എഴുതരുത്. അതാണ് ബോട്ടത്തിൽ നോക്കുമ്പോൾ ഡയമെൻഷൻ ലൈനിന്റെ മുകളിലായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, 520 എന്നുള്ള ഈ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ആരോ ഹെഡ് താഴെ അകത്ത് മാർക്ക് ചെയ്തിട്ട് 5 പുറത്ത് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡയമീറ്റർ, ഒരു സർക്കിളിന്റെ ഡയമീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വലിയ സർക്കിളൊക്കെ ആണെങ്കിൽ ആരോ ഹെഡും വാല്യൂം നമുക്ക് അകത്ത് എഴുതാൻ പറ്റും. ഇതർ ഇങ്ങനെയോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സർക്കിൾ ചെറുതാവുന്നതനുസരിച്ചിട്ട് സ്ഥലം കുറയും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആരോ ഹെഡ് മാത്രം അകത്ത് കൊടുത്ത് ന്യൂമറിക്കൽ വാല്യൂസ് പുറത്തെഴുതാം. ഇനി വീണ്ടും ചെറുതാവുകയാണെങ്കിൽ ആരോ ഹെഡും ന്യൂമറിക്കൽ വാല്യൂസും നമുക്ക് പുറത്തെഴുതാം. പിന്നെ ഒത്തിരി ചെറുതാകുമ്പോൾ ജസ്റ്റ് ഒരു ആരോ മാത്രം കൊടുത്ത് 5 എന്ന് കാണിച്ചാൽ മതി. 5 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ആണെന്ന് കാണിക്കാൻ. ഓക്കെ, നിങ്ങളുടെ ഒരു കംഫർട്ട് പോലെ സൈസ് ചെറുതാവുന്നതനുസരിച്ചിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ വെച്ച് പുറത്തോ അകത്തോ എങ്ങനെയാണ് എഴുതാൻ പറ്റുകയെന്ന് വെച്ചാൽ അങ്ങനെ എഴുതുക. ഇതും അത് തന്നെയാണ്. ആംഗിൾ ചെറുതാവുന്നതനുസരിച്ചിട്ട് ഓരോ പാരാമീറ്റേഴ്സ് പുറത്തേക്ക് നമ്മൾ മാറ്റുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ചെയ്യാം. ഡയമെൻഷനിങ് ആൻഡ് നീറ്റ്നെസ്സിന് അറൗണ്ട് ഒരു 2 to 4 മാർക്സ് വരെ കാണാറുണ്ട്. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ച് നീറ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഡയമെൻഷനിങ്ങിന്റെ അറേഞ്ച്മെന്റ്സ്. ചെയിൻ ഡയമെൻഷനിങ് ഉണ്ട്, പാരലൽ ഡയമെൻഷനിങ് ഉണ്ട്. കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്. ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വാല്യൂസ് ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് ഡയമെൻഷൻ ചെയ്ത് പോവാണ്. പാരലൽ ഡയമെൻഷനിങ് എന്ന് പറയുമ്പോൾ ഒരു റെഫറൻസ് പ്ലെയിൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ ഉണ്ട്. ഈ കേസിൽ ഇതാണ് ആ ഒരു റെഫറൻസ് ലൈൻ. ആ ലൈനെ ബേസ് ചെയ്തായിരിക്കും ബാക്കി എല്ലാ ലെങ്തും, അതായത് അവിടെ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ബാക്കി എല്ലാ ലെങ്തും ഡയമെൻഷൻ ചെയ്യുക. നമ്മൾ ഇതിന്റെ ഒരു കമ്പൈൻഡ് സിസ്റ്റം ഉണ്ട്. രണ്ടും ഇന്റർമീഡിയറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി മാറി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയാം. നമ്മൾ കമ്പൈൻഡ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഈ ഒരു സിസ്റ്റം വേണം അങ്ങനെയൊന്നുമില്ല. കമ്പൈൻഡ് ആയിട്ട് നമുക്ക് അന്നേരത്തെ കംഫർട്ട് പോലെ ചെയ്തു പോകാം. ഓക്കെ, ഒരു ഡയമെൻഷനിന്റെ എക്സാമ്പിൾ ആണിത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ലൈനാണ് സെൻട്രൽ ലൈൻ. ലോങ് ലൈൻ നമ്മൾ വരയ്ക്കുന്ന ഡോട്ട് ആയിരിക്കും. ഓക്കെ, ലോങ് ലൈനിലെ ഡോട്ടഡ് ലൈൻ അങ്ങനെയുള്ള രീതിയിലാണ്
സെൻട്രൽ ലൈൻ, ദെൻ ഡയമീറ്റർ 40 എന്ന് 540. ഈ 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. 5 കൊടുക്കുന്നതിന് പകരം റേഡിയസ് കൊടുത്തു. ഇവിടെ റേഡിയസിന് ഒരു ആരോ ഹെഡ് മാർക്ക് ചെയ്തു. 35 എന്ന് പറഞ്ഞാൽ റേഡിയസ് 35 എന്നുള്ളതാണ്. ഇതാണ് ഒരു എക്സാമ്പിൾ ആണ് ഡയമെൻഷനിങ്ങിന്റെ. ദെൻ ആരോ ഹെഡ്, നമ്മൾ ഇവിടെ എല്ലാം ആരോ ഹെഡ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആരോ ഹെഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3 ആയിരിക്കണം. അതായത് ഈ ലെങ്ത് ആരോ ഹെഡിന്റെ ലെങ്ത് 3 mm ആണെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് 1 mm ആവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം വരയ്ക്കുമ്പോൾ കറക്റ്റ് ആ ഒരു 1:3 അല്ലെങ്കിൽ ആ റേഷ്യോ കീപ്പ് ചെയ്ത് തന്നെ വരയ്ക്കുക. കുറച്ച് വരച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ വരച്ചാൽ ഏകദേശം ആ റേഷ്യോയിൽ കിട്ടും. ആരും അളന്ന് നോക്കാനൊന്നും പോകുന്നില്ല. ബട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും റേഷ്യോ 3:1 ആണോ എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും. ഡയമെൻഷൻ ആൻഡ് നീറ്റ്നെസിന്റെ മാർഗമൊക്കെ ആരോ ഹെഡിന്റെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് അതിന് അധികം എംഫസിസ് കൊടുക്കാതിരിക്കുക. കാരണം ആരോ ഹെഡ് മാക്സിമം 2 മാർക്സ് ഒക്കെ വരത്തുള്ളൂ. നമുക്ക് വേണ്ടത് ആൻസർ കറക്റ്റ് ചെയ്യുക, ആൻസർ കറക്റ്റ് ആയിട്ട് വരച്ചു പോവുക. ഡയമെൻഷനിങ് എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ വരച്ച് കഴിഞ്ഞ് ചെയ്താലും മതി. ഡയമെൻഷനിങ് ആയിട്ട് കുറെ സമയം നമ്മൾ കളയാൻ പാടില്ല. ഓക്കെ, ഒരു മിനിമം ലെവൽ ഓഫ് നീറ്റ്നെസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു 2 to 4 മാർക്സ്, മാക്സിമം 2 ഒക്കെയാണ് വരാറുള്ളത്, 2 മാർക്സ് കിട്ടും. ഓക്കെ, ദെൻ ഡിഫറെന്റ് കോട്ടൺസ് ഒക്കെയാണ്. ഈ കോട്ടൺസ് ഒക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 4 കോട്ടൺസ് എന്തൊക്കെയാണ്, ഫസ്റ്റ് ടൈം പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞു, ഫസ്റ്റ് ക്വാർട്ടറിലേക്ക് ഒബ്ജക്റ്റ് ആണെന്നൊക്കെ. ഓക്കെ, 4 കോട്ടൺസ്, അതിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ കണ്ടീഷൻസ്, ഇമേജ് എങ്ങനെ വരും, ഫസ്റ്റ് ക്വാർട്ടറിൽ ഓരോ ക്വാർട്ടറിലും ഒബ്ജക്റ്റ് വെക്കുന്നു, ഇമേജ് എങ്ങനെ വരും എന്ന് നോക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ 4 ക്വാർട്ടറിൽ ഓരോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പൊ 4 ക്വാർട്ടേഴ്സിലും ഓരോ ഒബ്ജക്റ്റ് വെച്ച് തന്നെ ഇമേജ് എങ്ങനെ കിട്ടുന്നു നോക്കാം. അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ ജനറലി തുടക്കത്തിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്താണ് പ്രൊജക്ഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഡയമെൻഷനിങ് എങ്ങനെ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഡയമെൻഷനിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക, കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.